നമസ്കാരം. അക്കിലസിന്റെ പടച്ചട്ടയും ഹെൽമെറ്റും ഒക്കെ ധരിച്ച് പെട്രോക്ലോസ് മുന്നിലേക്ക് ഇറങ്ങിയപ്പോൾ പിന്നാലെ സപ്പോർട്ടിനായിട്ട് മെൽനൗസും അഗമെമ്നോണും പരിക്ക് പറ്റിയ രാജാക്കന്മാരുണ്ടല്ലോ അവരെല്ലാം മുന്നോട്ട് വന്നു. വയസ്സനായ നെസ്തോറിൻ്റെ രണ്ട് മക്കൾ അവരെല്ലാം ആവേശപൂർവ്വം പെട്രോക്ലോസിൻ്റെ പിന്നിൽ അണിനിരന്നു. ഈ അക്കിലസിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പെട്രോക്ലോസ് ഇറങ്ങിയത് ഇവർക്ക് ഗ്രീക്കുകാർക്ക് ആവേശമായിരുന്നെങ്കിൽ അക്കിലസ് യുദ്ധത്തിനിറങ്ങി എന്ന് ധരിച്ചുകൊണ്ട് നമ്മുടെ ട്രോയ്ക്കാർ വലിയ പ്രശ്നത്തിലായി. അവർ ഭയന്ന് പറിക്കാൻ തുടങ്ങി. ആ ഭയന്ന ട്രോയ്ക്കാരുടെ ഇടയിലേക്ക് പെട്രോക്ലോസ് ഒരു കൊടുങ്കാറ്റ് പോലെ പാഞ്ഞെടുത്തു. ഭീകരമായ യുദ്ധമാണ് നടന്നത്. ആദ്യം പെട്രോക്ലോസിനോട് എതിരിടാൻ എത്തിയത് ലിസിയയുടെ രാജാവായിരുന്ന പോസിഡോണാണ്. ഈ പോസിഡോൺ സ്യൂസിൻ്റെ മകനാണ്, ദേവരാജാവായ സ്യൂസിൻ്റെ മകൻ. ഇവർ രണ്ടും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം നടന്നു. രണ്ട് കാട്ടുപോത്തുകൾ തമ്മിൽ യുദ്ധം ചെയ്യുന്ന പോലെ. എന്ന് വെച്ചാൽ ഈ അണുവിട വിട്ടുകൊടുക്കാതെ അങ്ങും ഭീകരമായ യുദ്ധം നടന്നു. ആ യുദ്ധത്തിനൊടുവിൽ പെട്രോക്ലോസ് പായിച്ച ഒരു കുന്തം തറഞ്ഞു കയറി പോസിഡോൺ താഴെ വീണു. അയാൾ തൽക്ഷണം മരിച്ചു. തൻ്റെ മകൻ മരിച്ചതറിഞ്ഞ് സ്യൂസിന് ഭയങ്കര ദുഃഖമായി. പെട്രോക്ലോസിനോട് അവനോട് ഇതിൻ്റെ കണക്ക് തീർക്കണമെന്ന് സ്യൂസ് വിചാരിച്ചു. അതിന് സ്യൂസ് ഏർപ്പെടുത്തിയത് അപ്പോളോദേവനെയായിരുന്നു. അപ്പോളോദേവന് വേറൊരു ഐഡൻറ്റിറ്റിയും കൂടിയുണ്ട്. അതായത് പുള്ളി ഈ ട്രോയ് നഗരത്തിൻ്റെ രക്ഷിതാവാണ്, ട്രോയുടെ കാവൽ ദൈവമാണ്. ഈ അപ്പോളോയാണ് ചുമതലപ്പെടുത്തിയത്. ആ യുദ്ധം ജയിച്ച് പെട്രോക്ലോസും സംഘവും ട്രോയുടെ കോട്ടവാതിലിനടുത്ത് വരെ എത്തി. അപ്പോൾ അപ്പോളോദേവൻ ഈ പെട്രോക്ലോസിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, പെട്രോക്ലോസെ, നീ തിരിച്ചു പോയിക്കൊള്ളൂ. നിന്നെ കൊണ്ട് ഈ ട്രോയ് നഗരം പിടിക്കാൻ പറ്റില്ല. നീ എന്നല്ല, നിന്റെ കൂട്ടുകാരൻ അക്കിലസ് വന്നാൽ പോലും പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, നീ തിരിച്ചു പോയിക്കൊള്ളൂ. പെട്രോക്ലോസ് താവളത്തിലേക്ക് മടങ്ങി. പക്ഷെ അപ്പോഴും ഈ ഹെക്ടർ ട്രോയ് കോട്ടയുടെ വാതിൽക്ക് തന്നെ നിൽപ്പുണ്ടായിരുന്നു. അയാൾ തിരിച്ച് അകത്തേക്കൊന്നും കയറിയില്ല. അവൻ്റെ അടുത്ത് ചെന്നിട്ട് അപ്പോളോദേവൻ എന്ത് ചെയ്തു, ഹെക്ടറിൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് വേഷം ധരിച്ച് കൂട്ടുകാരനായിട്ട് മാറി ഹെക്ടറിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, നീ ഇപ്പോൾ പോയി യുദ്ധം ചെയ്തോളൂ, നിന്നെ അപ്പോളോദേവൻ സഹായിക്കും, നീ അവനോട് പോയി യുദ്ധം ചെയ്യുന്നു. ആ ധൈര്യത്തിൽ ഹെക്ടർ മുന്നോട്ട് വന്ന് പെട്രോക്ലോസിനെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. പെട്രോക്ലോസും ഹെക്ടറും തമ്മിൽ യുദ്ധം ആരംഭിച്ചു. എങ്ങും ആയുധങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദവും, അതായത് കുന്തവും വാളും എല്ലാം ഉപയോഗിച്ച് ഭീകരമായ യുദ്ധം രണ്ടുപേരും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വാളുകളും പരിചകളും കുന്തവും എല്ലാം കൂട്ടിമുട്ടുന്ന ശബ്ദവും ആൾക്കാരുടെ ആർത്താലാപവും മാത്രമേ കേൾക്കാനുള്ളൂ. എങ്ങും പൊടിപടലം നിറഞ്ഞിരിക്കുന്നു. ഒടുവിൽ പെട്രോക്ലോസ് ജയിക്കും എന്നൊരു സ്ഥിതി വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അപ്പോളോദേവൻ പ്രത്യക്ഷപ്പെട്ട് ഈ പെട്രോക്ലോസിന് ഒരൊറ്റ അടി വെച്ചു കൊടുത്തു. അതായത് ആ ദേവൻ്റെ അടിയേറ്റിട്ട് പെട്രോക്ലോസ് താഴെ വീണ് അയാളുടെ ഹെൽമെറ്റ് തെറിച്ചുപോയി. ഹെൽമെറ്റ് ഏതായിരുന്നു? അക്കിലസിൻ്റെ ഹെൽമെറ്റാണ്. അത് തെറിച്ചു പോയി കഴിയുമ്പോഴാണ് ബാക്കിയുള്ളവരറിയുന്നത് ഇത് അക്കിലസ് അല്ല, പെട്രോക്ലോസ് ആണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത്. പക്ഷേ ഹെക്ടറിന് അറിയാമായിരുന്നു. ഹെക്ടർ ഫൈറ്റ് തുടങ്ങിയപ്പോഴേ പുള്ളിക്ക് കാര്യം മനസ്സിലായിരുന്നു. ഈ അപ്പോളോദേവൻ്റെ അടി കൊണ്ട് വീണ പെട്രോക്ലോസിനെ ഹെക്ടർ തൻ്റെ കുന്തം ഉപയോഗിച്ച് ആഞ്ഞു കുത്തി.
അയാളുടെ നെഞ്ചിലാണ് ഹെക്ടറിൻ്റെ കുന്തം പതിച്ചത്. അയാളവിടെ പിടഞ്ഞു വീണു. മരിക്കുന്നതിന് മുമ്പ് അയാൾ പറഞ്ഞു, ഹെക്ടർ, നമ്മൾ തമ്മിലുള്ളത് ശരിയായിട്ടുള്ള ധർമ്മയുദ്ധമായിരുന്നില്ല. ദേവന്മാർ ഇതിൽ ഇടപെട്ടു. അപ്പോളോ ദേവൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നീ ആയിരിക്കും ഇവിടെ വീണ് കിടക്കുന്നത്. ഇത് ചതിയിലൂടെയാണ് നിങ്ങൾ എന്നെ കൊന്നത്. പക്ഷെ നോക്കിക്കോളൂ, എൻ്റെ സുഹൃത്ത് നിന്നോട് ഇതിന് പകരം ചോദിക്കും. ഈ കോട്ടവാതിൽ വെച്ച് അവൻ നിന്നെ കൊന്നിരിക്കും എന്ന് പറഞ്ഞിട്ട് ധീരനായ പെട്രോക്ലോസ് ജീവത്യാഗം ചെയ്തു. പെട്രോക്ലോസിൻ്റെ മരണവാർത്ത അറിഞ്ഞാൽ അക്കിലസ് എന്ത് ചെയ്യും? അടുത്ത തവണ പറയാം.